ഇതിന് മുന്നേ ഇട്ട വീഡിയോയുടെ ഒരു ബാക്കിയാട്ടോ. ഒരു പാലുകാച്ച് വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നോ? അവിടുന്ന് ഞങ്ങൾ നേരെ വന്നത് ഞങ്ങളുടെ അമ്മയുടെ അടുത്തോട്ടാട്ടോ. അമ്മ ഞങ്ങൾ വരുമെന്ന് വിചാരിച്ച് നല്ല ചോറും മീൻകറിയും ചക്ക കുഴച്ചതും തോരനും പുളിശ്ശേരിയും ഒക്കെ വെച്ചിരുന്നു കേട്ടോ. പക്ഷെ അമ്മയടുത്ത് പാലുകാച്ചിൻ്റെ കാര്യം പറയാൻ വിട്ടുപോയി. ഞങ്ങൾ പാലുകാച്ചിൻ്റെ കാര്യം മറന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ വന്നപ്പോൾ മേടിച്ചുകൊണ്ട് വന്ന കുറച്ച് പൊരിപ്പുണ്ടായിരുന്നു. നേരെ ഒരു കട്ടനും ഇട്ടിട്ട് ഞങ്ങൾ പാലുകാച്ച് വീട്ടിലെ വിശേഷങ്ങൾ പറയുവാണ്. അങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അമ്മ പറഞ്ഞു ചിഞ്ചുവിൻ്റെ അടുത്ത് നിന്ന് കൊണ്ടുവന്ന മാങ്ങയുണ്ടെന്ന്. ചിഞ്ചു ആരാന്നല്ലേ? എൻ്റെ ഇളയ നാത്തൂനാണേ. അങ്ങനെ ആ മാങ്ങ ഇച്ചിരി ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി അതും അങ്ങ് കഴിച്ചു. അപ്പം പെട്ടെന്ന് എനിക്കൊരു ഓർമ്മ വന്നു. കണ്ടെയ്നർ വന്നിട്ടുണ്ടെന്ന്. താന്നി ബീച്ചിൽ കണ്ടെയ്നർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നേരെ അങ്ങോട്ട് പോവാ. അതിൻ്റെ ഇടയിൽ കാണിച്ചത് അമ്മ എനിക്ക് കൊണ്ടുപോകാനായിട്ട് എടുത്തു വെച്ച സാധനമാണേ. അങ്ങനെ നേരെ ബീച്ചിൽ വന്നു. ബീച്ച് മൊത്തം ഞങ്ങൾ അരിച്ചു പെറുക്കി നോക്കി. കണ്ടെയ്നർ കാണുന്നില്ല. എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, എന്നാൽ പിന്നെ ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് ഇച്ചിരി ഭംഗിയൊക്കെ ആസ്വദിച്ചിരിക്കാമെന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സുഖമുണ്ടായിരുന്നു കേട്ടോ അവിടെ ഇങ്ങനെ ഇരിക്കാനായിട്ട്. നല്ല മഴക്കാറൊക്കെ വന്ന് ആ കടലിലെ തിരയൊക്കെ നോക്കിയിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകുന്നിടത്ത് ഭയങ്കര ബ്ലോക്ക്. എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ കണ്ടെയ്നർ എടുക്കാനുള്ള വണ്ടി വന്നേക്കുവാന്ന്. നേരെ വീണ്ടും തിരിച്ച് ഞങ്ങൾ പോവാണ്. പോകുന്ന വഴിക്ക് ഞങ്ങൾ കണ്ടു കേട്ടോ കണ്ടെയ്നർ. ഇവരെന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. കണ്ടെയ്നറും ഇല്ല ഒന്നുമില്ല, രീത ചുമ്മാ പറഞ്ഞാന്ന് പറഞ്ഞുകൊണ്ട്. എന്തായാലും ഇങ്ങനൊരു സംഭവം വന്നുകൊണ്ട് ഇവർ വിശ്വസിച്ചല്ലോ ഞാൻ പറഞ്ഞത് സത്യമാണെന്ന്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നറിയത്തില്ല, കണ്ടെയ്നർ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീണ്ടും താന്നി ബീച്ചിൽ നിന്ന് പരവൂര് ചാത്തന്നൂർ വഴി കറങ്ങി കൊട്ടിയം വഴി കറങ്ങി കൊട്ടിയത്തുള്ള ബ്ലോക്കിലൊക്കെ കിടന്ന് വീട്ടിലെത്തിയപ്പോൾ ഒരു നേരമായിട്ടോ. എന്തായാലും 10-25 കിലോമീറ്റർ ഓടിയിട്ടാണ് ഞങ്ങളുടെ ഈ വരവ്. കാരണം വെറും 1 മീറ്റർ ബാക്കിയുള്ളപ്പോഴായിരുന്നു ആ ബ്ലോക്ക് വന്നതേ. അങ്ങനെ പിന്നെ വീട്ടിൽ വന്ന ഉടനെ നല്ല വിശപ്പുണ്ടായിരുന്നു. നേരെ ഊണ് കഴിക്കുവാണ്. കാരണം ഇപ്പം തന്നെ നല്ല ലേറ്റായി. ഇനി ഞങ്ങൾക്ക് തിരിച്ചു പോകണമല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ ഊണൊക്കെ കഴിച്ചിട്ട് വീട്ടിലോട്ട് പോകാൻ പോവാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ.